ഇന്ന് എൻ്റെ കല്യാണമാണ്. എന്ത് പറയാനാ, ഇതിൽ കൂടുതൽ ഇനി പറയാനായിട്ട് ഒന്നുമില്ല. അമേസിങ് അമേസിങ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ദാസപ്പൻ്റെയും ശ്രീകുട്ടിയുടെയും ആഗ്രഹം പോലെ അവർ 3 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. ഒടുവിൽ അവരിപ്പോൾ വിവാഹിതരായിരിക്കുകയാണ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ്, അപ്പോൾ നമ്മുടെ ദാസപ്പന്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ദാസപ്പന്റെ ശ്രീകുട്ടിയെ കേട്ടിട്ട് ഇവിടെ വന്ന് ഇപ്പൊ ഉണ്ടല്ലോ. എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സന്തോഷം. നിങ്ങളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വളരെ ഹാപ്പിയാണ് കേട്ടോ. അല്ലേ? ഹാപ്പിയാണല്ലേ ഗൈസ്? അപ്പോൾ കല്യാണമൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇന്റർവ്യൂ ഒക്കെ നമുക്ക് ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 2-3 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. രണ്ടുപേര് പ്രേമിച്ചു. അത് ഇവിടെ കല്യാണത്തിൽ നമ്മൾ ഇവിടെ ഇവരുടെ ആഗ്രഹം പോലെ സഫലമായിരിക്കുകയാണ് അല്ലേ? അവരെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഉണ്ടല്ലേ? ഏട്ടാ, ഈ ഫോട്ടോ ഒക്കെ ഇവർക്ക് എപ്പോൾ കാണാൻ പറ്റും? ഉടനെ തന്നെ കാണാനായിട്ട് പറ്റും. നമ്മുടെ പേജിലെ ചേട്ടൻ്റെ പേജിലൊക്കെ ഇത് വരുന്നതാണ്. അപ്പം ഞങ്ങളിത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ശ്രീകുട്ടിയൊക്കെ ആണെങ്കിൽ ഇവിടെ എന്താ ടയർഡായി മൊത്തത്തില്ലേ? ഞങ്ങളാണെങ്കിൽ രാവിലെ 6 മണിക്ക് ഇറങ്ങിയ കേട്ടോ. 6 മണിയല്ല, 7:30 അല്ലേ? 6 മണിക്ക് എണ്ണീച്ച് റെഡിയായിരുന്നു. 7:30 ഇറങ്ങിയതാണ്. അപ്പോൾ അതേ ഇവിടെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്ത് വന്ന് നമ്മളിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസ് നല്ല കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണോ? ഇവരൊക്കെ കണ്ണൂരിൽ നിന്ന് വന്നതാണ് അല്ലേ? നല്ല ക്ലൈൻ്റ് ആണ്. നമുക്ക് നമ്മളോട് നന്നായിട്ട് സഹകരിച്ചു. ചത്തിരുന്നിട്ട് പോലും നമുക്ക് വേണ്ടി സഹകരിച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ നിന്ന് അത് നല്ല താങ്ക്ഫുൾ ആണ് നമ്മൾ. അപ്പോൾ അവരുടെ വർക്ക് നന്നാവുന്നതിനുപരി നമ്മുടെ വർക്കും അടിപൊളിയാണല്ലോ. ഓക്കെ, അപ്പം ഇവരോട് തന്നെ നല്ലൊരു നന്ദി പറയാണ്. കാരണം ഇത്രയും വയ്യാഴിയായിട്ടും, അതായത് നല്ല ക്ഷീണമാണ്. കാരണം ഒരു കല്യാണത്തിന് ഒരുക്കം എല്ലാവർക്കും അറിയാവുന്നതല്ല. ഇത്രയും വയ്യാഞ്ഞിട്ട് പോലും നമുക്ക് വേണ്ടി ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വന്നത് തന്നെ അവരുടെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ദാസപ്പൻ്റെയും നമ്മുടെ ശ്രീകുട്ടിയുടെയും കല്യാണ വ്ലോഗ് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു നോക്കുക. അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടോ കേട്ടോ. അപ്പോൾ നമ്മൾ ചേട്ടൻ ചെറുക്കനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. അതെ, അതായത് മൊത്തം കൂടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറത്തെ പരിപാടി. ചെറുക്കൻ തന്നെ റെഡി ആയിട്ട് തന്നെ സെറ്റായിട്ട് ഇവിടെ നിൽപ്പുണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എൻ്റെ എടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിനി പോകാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിനി പോകണം അല്ലേ? ഇന്നെന്തോ അപ്പോൾ ഫോട്ടോഷൂട്ടിലാണ്. ഇന്നെന്തോന്ന് വെച്ചാൽ എൻ്റെ കല്യാണമാണ്. എന്താണ് എനിക്ക് തിരി വന്നത്? അല്ല, അവൻ പറഞ്ഞ എത്ര തിരിയൊന്നും അതിനിപ്പോൾ എന്തോ കല്യാണം കഴിക്കും. നല്ല കാര്യമില്ല. അടുത്ത സുബിന്റെ കല്യാണമാണ് കേട്ടോ. എൻ്റെ ഇപ്പോഴല്ലേ. അപ്പോൾ ഇനി സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് കല്യാണ സ്ഥലത്ത് നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ വണ്ടി ഇങ്ങനെ ഒതുക്കിയേക്കുമാണ്. രാവിലെ ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ അതിരാവിലെയാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ കല്യാണ ചെറുക്കൻ തന്നെ ഇപ്പോൾ ഉണ്ട്. എന്താണ് പറയാനുള്ളത്? പറയൂ. ഇന്ന് എൻ്റെ കല്യാണമാണ്. എന്ത് പറയാനാ, ഇതിൽ കൂടുതൽ ഇനി പറയാനായിട്ട് ഒന്നുമില്ല. അമേസിങ് അമേസിങ്. ഇന്ന് എൻ്റെ കല്യാണമാണ്. സന്തോഷമുണ്ട്. നമ്മുടെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടുകാർ, ബന്ധുക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരു വണ്ടിയാണെങ്കിൽ ബ്ലോക്കിനകത്ത് പെട്ടുപോയി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ദാസപ്പനാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കും കേട്ടോ. കണ്ടാലേ അറിയത്തില്ല. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? അവിടെ ചെല്ലുമ്പോഴായിരിക്കും ടെൻഷൻ. 10 ആൾക്കാരില്ലേ, അവിടെ ചെല്ലുമ്പോൾ ടെൻഷനാണ്. പക്ഷെ എൻ്റെ അതിനാണെന്ന് എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു കെട്ടിയപ്പോഴൊന്നും. അതായത് ആരും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ക്യാമറക്കാരായിരുന്നു ഫുള്ള് ഇല്ലടാ. നീലക്കോയില് ഫുള്ളും വെട്ടമടിച്ച് അതെ. അതുപോലെ നമ്മുടെ ചെറുക്കൻ്റെ കല്യാണമാണ്. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെയും കൂടെ കല്യാണം അങ്ങനെ ആകും. ഹാപ്പി കിഡ്സ്, എവരിബഡി ഹാപ്പി. അപ്പോൾ അണ്ണ പറയണോ? അടുത്ത സുബിനേട്ടൻ്റെ കല്യാണമാണ് ഉടനെ. അടുത്ത മാസം ഇല്ല, നമ്മള് അടുത്ത ചിങ്ങത്തൊന്നും ഇല്ല. നമ്മള് കന്നിമാസം തന്നെ കഞ്ഞി കുടിക്കണം. വിശക്കുന്നുണ്ട്. കുഴപ്പമില്ല, പരിപാടിയൊക്കെ കൊള്ളാം. ഇങ്ങനെ ഇടയ്ക്ക് ഇറങ്ങി പോകണം, അല്ലെങ്കിൽ ഒരു രസമില്ല. അതെ, കൊള്ളാം. എല്ലാ പരിപാടിയും കൊള്ളാം. അതെ. നമ്മുടെ ചെറുക്കൻ്റെ കല്യാണമാണ്. എല്ലാവരും അവന് ആശംസകൾ നൽകണം. നമ്മുടെ ചെറുക്കനുണ്ട്. അടുത്ത കല്യാണം നമ്മുടെ സുബിൻ്റെയാണ്. കന്നിമാസം 12-ാം തീയതി സുബിൻ്റെയും കല്യാണമാണ്.
അപ്പോൾ ഇനി അവർ വന്ന ഉടനെ നമ്മൾ നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ ചിന്നനും രേഷും കാറിനകത്തുണ്ട് കേട്ടോ. ചിന്നനും രേഷും കാറിനകത്തുണ്ട്, കാണാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അച്ഛനൊക്കെ ഫ്രണ്ടിൽ പോയടാ. അച്ഛനൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമ്മുടെ ഒരു ബസ് കൂടെ വരാനുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഇനി കല്യാണ സ്ഥലത്തോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കെ നമ്മൾ ദാസപ്പനുമായി കുമ്പളങ്ങിയുടെ വരിത്താഴയിലൂടെ നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതാനും നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ദാസപ്പന്റെ കല്യാണം. ഇനിയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ദാസപ്പൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകണേ. പക്ഷെ പുള്ളി പേടിച്ചിരിക്കും കേട്ടോ. എന്ത് പേടി, കണ്ണാടി വെച്ചാൽ കരയൊന്നും ആമാ. എടാ ഒരു പാട്ട് പാടാ, ഒരു പാട്ട് പാടി വിട. കല്യാണത്തിന് പാടാൻ പറ്റിയൊരു പാട്ട് പാട്. കല്യാണം നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം, നല്ല സിന്ദൂരം കാവാണ്, നല്ല കാവാണ്, ചേലേഴും കരിനീല് പെണ്ണിന്റെ കാവാണ്, കണ്ണഴക് കണ്ണഴകുന്നൊരു ചാനഴക്, ചിന്നഴക് നെയ്യഴക്, കല്യാണം കഴിഞ്ഞിട്ട് വേണം വിവരജി പോയി സാധനം എടുക്കാൻ. യോ നമ്പല ഭാരത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ് കാവാണ്. യോ 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 ഗൈസ്, അപ്പൊ ഇതൊക്കെ നമ്മൾ ദാസപ്പനെ കൂളാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളിത് ഓക്കെ സ്കാമാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിത് ഇപ്പം സ്ഥലം എത്താറായിട്ടുണ്ട് കേട്ടോ. ചെറുക്കൻ തന്നെ എണ്ണിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളി കുറച്ച് ദിവസമായിട്ട് മൊത്തം കറക്കോ, കണ്ണു തുറക്കുമ്പോ അടയ്ക്കുമ്പോൾ എല്ലാം കാറിന്റെ അകത്ത് തന്നെയാ. രേഷു എന്താണ് പറയാനുള്ളത്? രേഷു കല്യാണത്തിന്റെ സമയമാവുന്നു. എത്ര മണിയായി? സമയം ഇപ്പൊ എത്രയായി? സമയം 10:30 ആവുന്നു. ഗൈസ്, അപ്പൊ നമ്മൾ ഇതേ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകാനോ വേണ്ട, നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. നമ്മുടെ ശ്രീകുട്ടിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ദാസപ്പൻ എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളിത് ഇപ്പോൾ ഇറങ്ങും കേട്ടോ. ദാസപ്പൻ ചേട്ടൻ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീകുട്ടിയും വന്നിട്ടുണ്ട്. അപ്പം ടൈമുണ്ട്, ടൈം ആകുമ്പോഴത്തേന് ഇറങ്ങും കേട്ടോ. യാ तुम्हारा नाम क्या है? अद्वैत. हाँ പറ, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ന്? ആരുടെയൊക്കെ കല്യാണം ആണല്ലേ? ഇതാണ് ഇപ്പോഴത്തെ സ്റ്റൈലാണ് ഇതിനെ. അതെ, നമ്മുടെ ശ്രീകുട്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ടി എന്താ പറയാനുള്ളത്? എന്താ ടെൻഷൻ? കാരണം പറ. കല്യാണം കഴിക്കാൻ പോവില്ലേ, അതുകൊണ്ട്. ഞങ്ങൾ ഞാനിപ്പോ വന്നേ ഉള്ളൂ. വന്നേളല്ലേ, ഞാനിപ്പോ വന്നേളൂ. അപ്പൊ എന്നോട് കാറിൽ ഇരുന്നോളാൻ പറഞ്ഞു, സമയം ഇറങ്ങാന്ന് പറഞ്ഞു. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാജുലേഷൻ. ഓക്കെ ഞങ്ങളെ ഉണ്ണിച്ചേന്റെ കല്യാണമാണ്. ആശംസകൾ. ഒന്നും പറയല്ലേ, സന്തോഷം. പറയണം. നല്ല സന്തോഷമുണ്ട്. സൂപ്പർ സന്തോഷം. നന്മ നിറഞ്ഞ ആശംസകൾ. അപ്പോൾ നമ്മളപ്പോൾ വേണ്ട നമ്മുടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഞങ്ങൾ ഇറങ്ങും. അപ്പം നമ്മുടെ പിള്ളേരൊക്കെ തന്നെ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. പിള്ളേരൊക്കെ വിശേഷങ്ങൾ തിരക്കുക. അപ്പം നമ്മൾ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ വെക്കട്ടെ, നോക്ക്, നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി. പിന്നെ നമ്മളെ എന്തോ പറയാണ്ട്, ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കല്യാണമാണ്. ടെൻഷൻ കുഴപ്പമില്ല, ടെൻഷൻ മാറാനൊന്നും വേണ്ട, നമുക്ക് സമയമാട്ടെ. അപ്പോൾ പിള്ളേരോടൊക്കെ മിണ്ടിയപ്പെടുന്നതിന് കുറച്ച് ഓക്കെ നമ്മൾ അല്ലേ? നമ്മുടെ മരുമകളെ ആണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ മുഹൂർത്ത സമയം എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. ശ്രീകുട്ടിയായിരുന്നു കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് ഞാൻ കാണാൻ വന്നത്. ഇനിയിപ്പോ അടുത്തോണ്ടിരിക്കുകയാണ് മുഹൂർത്തത്തിലേക്ക്. ഉടനെ താലിയിട്ട് നടക്കുന്നതായിരിക്കും. നമ്മുടെ ദാസപ്പനെ ഞാൻ സ്വീകരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് വന്നിരിപ്പുണ്ട്. അളിയാ, ഈ ഇറക്കിയേക്കാം അവനെ തൂക്കാൻ പോവല്ലേ?
ഇപ്പം ടെൻഷനാകുന്നുണ്ട് കേട്ടോ, കുറച്ച് ടെൻഷനായി വരുന്നുണ്ട്. ഇപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങാറായിട്ടുണ്ട്. ഒരു ബൊക്ക തന്നിട്ട് എന്നെ വിടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് എനിക്ക് ടെൻഷൻ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു തൊണ്ടയൊക്കെ വരളുന്നുണ്ട്. ആൾക്കാരെ കൂടിയിട്ടുണ്ട്. എല്ലാവരും നമ്മളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരും ഫോക്കസ് ഞാനാണ്. ആകെ ടെൻഷനാകുന്നുണ്ട്. കണ്ണാടി ഊരി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പേടി ചിലപ്പം കാണേണ്ടി വരും. കണ്ണാടി ഊരണോ ആണല്ലേ? ഇതെന്തിനെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മളിവിടെ എങ്ങനെ അല്ലല്ലോ. നമ്മളവിടുത്തെ കല്യാണം ഇങ്ങനെ അല്ല. സത്യം പറഞ്ഞാൽ നമ്മളവിടെ പെണ്ണിനെ ആദ്യം വരുന്നു, ചിന്ന ചെറുക്കം വരുന്നു സ്വീകരിച്ചുകൊണ്ട്. പക്ഷേ ഇത് ആദ്യമേ ചെറുക്കനെ ഇവിടെ കയറ്റി വെക്കും. ഇവിടുത്തെ രീതി ഇങ്ങനെ കേട്ടോ, അതുകൊണ്ടാണ് ഇവരുടെ രീതി അങ്ങനെയാണ്. അപ്പോൾ അതാണ് സംഭവം. എൻ്റെ തലയൊക്കെ ഇങ്ങനെ പൊളക്കുന്നവരെ തോന്നുന്നുണ്ട്. കണ്ണൊക്കെ ഇതാ ദൈവമേ. മോനെ ഭയങ്കര സന്തോഷമാണ്. സന്തോഷം കൊണ്ട് വയ്യ, അത്രയേ ഉള്ളൂ. ആഗ്രഹം അങ്ങനെ നടക്കുക. മാലയിട്ട് സ്വീകരിക്കാനായിട്ട് പോകണം കേട്ടോ. നമ്മുടെ ദാസപ്പന്റെ മാലയിട്ട് സ്വീകരിക്കാനായിട്ട് പോവാണ്. നമ്മുടെ ദാസപ്പൻ കെട്ടിയിരിക്കുകയാണ്. സന്തോഷം. ഗൗരി കല്യാണ വൈഭോഗമേ. 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കല്യാണം കഴിച്ചിരിക്കാം. കല്യാണം കഴിഞ്ഞു, അങ്ങനെ അത് സംഭവിച്ചു. അതെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്കാണെങ്കിൽ ടെൻഷൻ ഉണ്ടായത്. എൻ്റെ കൈയൊക്കെ കിടന്ന് വിറയ്ക്കുമായിരുന്നു കെട്ടാതെ എടുത്ത്. ഇപ്പോൾ പക്ഷെ കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെ ആയി. ദാസപ്പന്റെ കല്യാണം അങ്ങനെ കഴിഞ്ഞ് കിട്ടി. ഇപ്പോൾ ഭയങ്കര സന്തോഷമായി. ദാസപ്പന്റെ കണ്ണപ്പന്റെ കല്യാണം കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ആ സന്തോഷമായത്. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതിന് രണ്ടുപേരും കാര്യങ്ങൾ പറഞ്ഞുകൂടെ തന്നെ നടന്നു. നമ്മുടെ ദാസപ്പന്റെയും ശ്രീകുട്ടിയുടെയും ആഗ്രഹം പോലെ അവര് 3 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. ഒടുവിൽ അവരിപ്പോൾ വിവാഹിതരായിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കൺഗ്രാജുലേഷൻസ്. എന്താണ് പറയാനുള്ളത്? ഹാപ്പി അല്ലേ? സന്തോഷം. അതെ അല്ലേ? ഹാപ്പി അല്ലേ? സന്തോഷം ആണല്ലേ? അപ്പം രണ്ടുപേരും നല്ലപോലെ പോട്ടെ. എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ഈ നിമിഷം വളരെ സന്തോഷദായകമായ നിമിഷമാണ്. നമ്മളുടെ മോള് ശ്രീലക്ഷ്മിയുടെ മംഗല്യമായിരുന്നു ഇന്ന്. അപ്പോൾ അത് വളരെ സന്തോഷം തരുന്നൊരു പുണ്യ ദിനം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു മരുമകനെയും കിട്ടിയിട്ടുണ്ട്. കുടുംബത്തിലുള്ള എല്ലാവരും നല്ലവരാണെന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഇന്ന് സന്തോഷം ഉള്ള ഒരു സുദിനം തന്നെയാണ്. ഓക്കെ അമ്മേ 2 വാക്ക് പറയാമേ. ഞാൻ ഒരുപാട് കാത്തിരുന്ന ദിവസമാണ് ഇന്ന്. സന്തോഷം, ഒരുപാട് സന്തോഷം. എല്ലാം നല്ല ഭംഗിയായി നടന്ന്, നല്ല മഴയുള്ള സമയത്തും മഴയൊന്നും ഇല്ലാതെ നമ്മളെ ദൈവം അനുഗ്രഹിച്ചു. ഹാപ്പി, ഒരുപാട് ഹാപ്പി. ഞങ്ങളുടെ ആഗ്രഹം പോലെ ഞങ്ങളുടെ 2 മക്കളുടെയും വിവാഹം അവരിഷ്ടപ്പെട്ട പെണ്ണിനെ അവർക്ക് ജീവിതത്തിലേക്ക് ഉള്ള വഴിത്തിരിവില് ഞങ്ങൾ അവരുടെ കല്യാണം നടത്തിക്കൊടുത്തു. പക്ഷെ അതിൽ ഞങ്ങൾ ഏറ്റവും നല്ല സന്തോഷവാന്മാരാണ്, സന്തോഷവതിയാണ്. ഞങ്ങൾക്ക് ഇനി വേറെ ഒന്നും പറയാനില്ല. ഇനി അവർക്ക് അവരായി അവരുടെ ഉത്തരവാദിത്തം കാര്യങ്ങളും ജീവിതവും കാര്യങ്ങളും. പക്ഷെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അവരുടെ കൂടെ, അവരുടെ ഒപ്പം ഉണ്ടാവും. അവർക്ക് എല്ലാവരും സപ്പോർട്ടും സഹായവും ഉണ്ടാവും. ഇപ്പം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ?
മച്ചാനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം അങ്ങോട്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഫോട്ടോ സെഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഫുഡ് കഴിച്ചോ? കഴിച്ചില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനും ദേശം കഴിച്ചില്ല. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് പോവാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദാസവത്സരങ്ങളൊന്നും കഴിച്ചില്ല, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മുടെ പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിത് പൊളിക്കാനായിട്ട് പോവാണ്. ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വാശിയവനേറെയുണ്ടല്ലോ, മിശ ബഹുകേമമാണല്ല. മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ, പാടുകെട്ടാതെ പട്ടക്കണ്ണം തന്നെ. ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വാശിയവനേറെയുണ്ടല്ലോ, മിശ ബഹുകേമമാണല്ല. മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ, പാടുകെട്ടാതെ മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ. ഒരു നാരി പെണ്ണിന് വിധാനിച്ച മണിയറയ മണ്ണുവാട്ടി അണിയുന്നൊരോ എന്തൊരാവേശം എന്തൊരാളാകും, മണ്ണുവാട്ടി അണിയുന്നൊരോ എന്തൊരാവേശം എന്തൊരാളാകും, മണ്ണുവാട്ടി അണിയുന്നൊരോ ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പറിച്ചെടുക്കപ്പെടുകയാണ് ശ്രീകുട്ടി. ഈ നാടിന്റെ നന്മയായിരുന്ന ആ ശ്രീകുട്ടി ചെങ്ങന്നൂരിലേക്ക് പൊന്ന നമ്മളുണ്ടാ ഈ സാധനം ഇവിടെ തന്നെ മുടിയെല്ലാം ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആ പരിപാടി താഴെയും നല്ല ഷോട്ട് ചെയ്ത് എന്നിട്ടത് സുന്ദരായിട്ട് വന്നിട്ട് നമ്മള് ഞങ്ങളെ പൊന്നൊക്കെ പോണ്ടാ ഇവർക്കറിയാവുന്ന
ഞാൻ പറഞ്ഞോളൂ. നിങ്ങളായി നിങ്ങളുടെ പാടായി അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിന് വേണ്ടിയില്ല. ഇല്ല അതിന് വെള്ളിയുണ്ട്. എന്താണ് ഞാൻ സമയം ഇറങ്ങാം. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്താണ് ശ്രീകുട്ടി അത് ശോകത്തിലാണ് ഇനി അല്ലേ? കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ ഓക്കെ ആയിക്കോളാം. പിന്നെ എല്ലാവരും ഉണ്ട്, ബൈക്കിൽ കണ്ണപ്പനുണ്ട്. അതെ, നമ്മളപ്പം ഇവിടുത്തെയൊക്കെ കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് നല്ലപോലെ കഴിഞ്ഞു കേട്ടോ. ശ്രീകുട്ടിയെ യാത്ര അയച്ച് നല്ല രീതിയിലാണ് കേട്ടോ എല്ലാവരും. ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ ഇങ്ങനെ നല്ലൊരു എൻജോയ്മെൻറ്റിൽ പോകുന്നത്. അതായത് അവർക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതപ്പം ഇനി നമ്മൾ വേണം അത് കാര്യങ്ങളെല്ലാം നികത്താനായിട്ട്, ശ്രീകുട്ടിയുടെ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞങ്ങളിതേ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് ഇനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇനി അങ്ങോട്ടും പോകണം. ഇനി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ടൈമുണ്ട്. ഇനി അതിനുള്ളിൽ ഇനി നമ്മുടെ വീട്ടിലേക്ക് കയറണം. ഇനി നമ്മളത് ഇനി പോവുകയാണ്. ഇനി എന്താ പറഞ്ഞറിയത്തില്ല. അവരുടെ രണ്ടുപേരുടെ ആഗ്രഹം നമ്മൾ നടത്തി കൊടുത്തു. അതുപോലെ തന്നെ ദൈവം നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ? ഇല്ല മോനെ അല്ലേ? പിന്നെ ഇവനെ സമ്മതിക്കണേ. 2-3 എത്ര ദിവസമായിട്ട് പുള്ളി അലച്ചില്ല. എവിടെ വന്നാലും പുള്ളി ഉണ്ട്. ഞാനുണ്ടാവും. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ ഇനി വീട്ടിൽ പോകണം. ഇനി എല്ലാവരും റെസ്റ്റ് എടുക്കണം. നാളെ വൈകിട്ട് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ റിസപ്ഷനൊക്കെ നമ്മൾ പൊളിക്കും. റിസപ്ഷൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ദേശീയ ഡിസ്കോ ഡാൻസ് ഉണ്ട്. അതെ, രേശുവിന്റെ മാസ് ഡാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്ക് എന്തായാലും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല. കോപ്പിറൈറ്റ് ഒരു സിനിമാറ്റിക് ഡാൻസ് ആണ്. എന്തായാലും ഞങ്ങൾ ഈ വീട്ടിൽ പോയി കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂറത്തെ യാത്രയ്ക്ക് വെച്ച് ഞങ്ങൾ വേണ്ടി ഇപ്പോൾ വേണ്ട നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് കയറാൻ വേണ്ടിയുള്ള കട്ടുറുമ്പിന് കല്യാണം, കുട്ടുകുത്തണ ചെന്നാനം, പട്ട് പുത്തിയ ചപ്പാത്തി, പപ്പാത്തി കഴിക്കാൻ പറയുമല്ലോ അവനോട്.